വൺ സോ പിന്നെ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള ഉദ്ദേശം 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് തുടങ്ങിയാലോ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 10ാം ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ മാത്സിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അരിത്തമാറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്നാണ് മലയാളത്തിൽ പറയാം. അരിത്തമാറ്റിക് സീക്വൻസസ് ഓക്കെ, സമാന്തര ശ്രേണികൾ എന്നാണ് മലയാളത്തിൽ പറയാം. സോ നമുക്ക് നോക്കാം, നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ പഠിക്കാനുള്ളതെന്നൊക്കെ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള കാര്യം, ഈ ചാപ്റ്റർ നമ്മൾ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ പരമാവധി കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. സോ ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് പിന്നെ ഇടണം എന്നുള്ളതാണ് കരുതുന്നത്. സോ കാണുന്ന മക്കളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സംഖ്യകൾ ഇവിടെ എഴുതുന്നുണ്ട്. നിങ്ങൾ ആ സംഖ്യകൾ കൃത്യമായിട്ട് നോക്കുക, ഓരോ മക്കളും നന്നായിട്ട് നോക്കുക. ഞാൻ ആദ്യത്തെ കുറച്ച് സംഖ്യകൾ ഞാൻ എഴുതും. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഞാൻ ഈ സംഖ്യകൾ എഴുതുന്ന സമയത്ത് തന്നെ നെക്സ്റ്റ് ഒരു 2 or 3 നമ്പറുകൾ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. എൻ്റെ ഫസ്റ്റത്തെ ഞാൻ എഴുതാൻ പോകുന്ന ആളിതാണ് 1, 2, 3. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇനി വരുന്ന 2 അല്ലെങ്കിൽ 3 ആളുകളെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇത് ഒന്നാമത്തത് പറയാൻ പറ്റുന്നുണ്ടാവും അല്ലേ? അടുത്ത നെക്സ്റ്റ് 4 വരിക, ഇത് 5, അത് കഴിഞ്ഞിട്ട് 6. ഇനി അങ്ങോട്ടാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ 7, 8, 9 അങ്ങനെ പോകും. കാരണം ഈ തന്നിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ആദ്യത്തെ 3 ആളുകളെ നോക്കിയാൽ മതി അല്ലേ? ഇത് നാച്ചുറൽ നമ്പേഴ്സാണ്, എണ്ണൽ സംഖ്യകളാണ്. സോ 1, 2, 3 ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഏതാണ്? 4. ഇനിയിപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്, ശ്രദ്ധിച്ച് കേട്ടോ. രണ്ടാമത്തെ എക്സാമ്പിൾ ഇതാണ് 2, 4, 6. നെക്സ്റ്റ് ഒരു 3 ആളുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. കാരണം ഞാൻ ഈ എഴുതിയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള 3 ഇരട്ട സംഖ്യകളാണ്. ദാറ്റ് ഈസ് ഈവൻ നമ്പേഴ്സാണ്. സോ നെക്സ്റ്റ് ആൾ വരുന്നത് 8 ആയിരിക്കും, അടുത്തത് 10 ആയിരിക്കും, നെക്സ്റ്റ് 12 ആയിരിക്കും അല്ലേ? ഇത് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ ശ്രദ്ധിച്ച് കേട്ടോ. 1, 3, 5 പറയാൻ പറ്റുമോ? നെക്സ്റ്റ് 7 വരും, അടുത്തത് ഏത് വരും? 9 വരും അല്ലേ? എന്നാൽ ചെറിയൊരു നിങ്ങൾക്ക് നോക്കാൻ പാകത്തിനുള്ളൊരു സാധനം തരാം. ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരം ആൻസർ ചെയ്യണം. 1, 2, 4 നെക്സ്റ്റ് ഒരു 2 ആളുകളെ നിങ്ങൾ പറയണം. ശ്രദ്ധിച്ച് നോക്കുക, ഞാൻ തന്നിട്ടുള്ള ഈ നമ്പേഴ്സുകൾ, ആദ്യത്തെ 3 നമ്പേഴ്സുകൾ ശ്രദ്ധിച്ച് നോക്കുക. എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? ഈ 1ൻ്റെ എന്താണ് ഈ 2? 1ൻ്റെ ഇരട്ടിയല്ലേ? ആണല്ലോ. ഈ 2ൻ്റെ ഇരട്ടിയാണല്ലോ 4. അപ്പോൾ നെക്സ്റ്റ് ഈ വരുന്ന ആൾ ഇവിടെ ആര് വരണം? 4ൻ്റെ ഇരട്ടിയായിട്ടുള്ള 8 വരണം. നെക്സ്റ്റ് ആര് വരണം? 8ൻ്റെ ഇരട്ടിയായിട്ടുള്ള 16 വരിക. 16 കഴിഞ്ഞിട്ട് അടുത്ത ആൾ ചോദിക്കുകയാണെങ്കിൽ 16ൻ്റെ ഇരട്ടി 32 വരും അല്ലേ? ഓക്കെ, ഇനി ഇവിടെ നോക്കുക. അഞ്ചാമത്തെ എക്സാമ്പിൾ ശ്രദ്ധിച്ച് കേട്ടോ. 1, 4, 9 നെക്സ്റ്റ് 2 ആളുകളെ നിങ്ങൾ പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? ഈ 1 എന്ന് പറയുന്നത് 1ൻ്റെ സ്ക്വയർ ആണല്ലോ. 4 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ ആണല്ലോ. 9 എന്ന് പറഞ്ഞാൽ 3ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ആൾ തീർച്ചയായിട്ടും 4ൻ്റെ സ്ക്വയർ ആവണം അല്ലേ? 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാ? 16. അടുത്തത് 5ൻ്റെ സ്ക്വയർ ആണ് വരിക, 25 അല്ലേ? 5ൻ്റെ സ്ക്വയർ. അപ്പോൾ ഞാൻ എന്നാലും അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു എക്സാമ്പിൾ കൂടി ഞാൻ തരുന്നുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോ. ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. 1, 99, 25, 40. അടുത്ത ഒരാളെ പറഞ്ഞാൽ മതി. നിങ്ങൾ 2 ആളുകളെന്ന് പറയണ്ട, അടുത്ത ഒരാളെ പറഞ്ഞാൽ മതി. സമയം എടുത്തോ, ഞാൻ വീഡിയോ ആയതുകൊണ്ട് ഞാനിവിടെ ഉണ്ടാതിരിക്കണില്ല, പെട്ടെന്ന് പറഞ്ഞു പോവാണ്. നിങ്ങളവിടെ ഒന്ന് സ്റ്റക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ ഞാൻ ഈ എഴുതിയിട്ടുള്ള ഈ 6ാമത്തെ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ വെറുതെ കുറച്ച് നമ്പേഴ്സ് വെറുതെ ആയിട്ട് എഴുതിയേക്കാണ്. ഈ 1 കഴിഞ്ഞിട്ട് ഞാൻ 99 ഞാൻ വെറുതെ എടുത്തതാണ്. 99 കഴിഞ്ഞിട്ട് 25 ഞാൻ വെറുതെ എടുത്തതാണ്. 25 കഴിഞ്ഞിട്ട് 40 ഞാൻ വെറുതെ എടുത്തതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 40 കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ആര് വരുമെന്ന് ചോദിച്ചാൽ
ഞാനിപ്പോൾ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ 24 പറയാം. പക്ഷേ അതേ സമയത്ത് മറ്റൊരാൾ വേണമെങ്കിൽ ഇവിടെ എന്ത് പറയും, വേറെ നമ്പർ ആയിരിക്കും പറയുന്നുണ്ടാവുക. അതായത് നമ്മൾ ചോദിക്കുന്ന എല്ലാവരും കറക്റ്റ് ഈ ലാസ്റ്റത്തെ ഈ നമ്പർ കറക്റ്റ് ഒന്ന് തന്നെ പറയണം നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷേ ഈ മുകളിൽ കാണുന്ന എക്സാമ്പിൾസ് അങ്ങനെയല്ല. ഈ 5 എക്സാമ്പിൾസ് നിങ്ങൾ നോക്കുക. ഈ 5 എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ. അതായത് ഒരു റൂള് വെച്ചിട്ടാണ്, ഒരു നിയമം വെച്ചിട്ടാണ് നമ്മൾ നമ്പേഴ്സുകളെ നമ്മൾ ഓർഡർ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ 6ാമത്തത് അങ്ങനെയല്ല. അപ്പോൾ ഇങ്ങനെ ഈ കറക്റ്റ് ഒരു റൂള് വെച്ചിട്ട് ഇപ്പോൾ ഈ ആദ്യത്തെ 5 എക്സാമ്പിൾസ് നോക്കിയേ. ഈ ആദ്യത്തെ 5 എക്സാമ്പിൾസിൽ കറക്റ്റ് ഒരു റൂളുണ്ട് അല്ലേ. ഇവിടെ എന്താ റൂള്? ഫസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടെ ആദ്യത്തെ നമ്പറിനോട് കൂടെ 1 കൂട്ടുമ്പോഴാണ് നെക്സ്റ്റ് നമ്പർ കിട്ടുന്നത്. ഇയാളുടെ കൂടെ വീണ്ടും 1 കൂട്ടുമ്പോൾ നെക്സ്റ്റ് നമ്പർ കിട്ടും. ഇതാണ് റൂള് അല്ലേ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിൽ ഏഴാമത്തെ ആളാരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് പറയാൻ പറ്റും എ ആണ് വരിക. ഇനിയിപ്പോൾ 10ാമത്തെ ആളാരാ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എത്ര വരിക, 10 വരിക. അപ്പോൾ ഇങ്ങനെ ഈ 5 ഇപ്പം നമ്മൾ എഴുതിയിട്ടുള്ള ഈ ആദ്യത്തെ 5 എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിലും കറക്റ്റ് ഒരു റൂളുണ്ട് അല്ലേ. ഇത്തരത്തിൽ ഒരു റൂള് വെച്ചിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഒരു റൂള് വെച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ സംഖ്യകളെ പറയുന്നതെങ്കിൽ, ഒരു കൂട്ടം സംഖ്യകളെ പറയുന്നതെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള സംഖ്യകളുടെ കൂട്ടത്തിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് സീക്വൻസ്. പേര് ഓർത്ത് വെച്ചോ, സീക്വൻസ്. മലയാളത്തിൽ ഇതിനെ പറയും ശ്രേണി. ഓക്കെ, ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള ഈ 5 എണ്ണം ശ്രേണികളാണ്. ഓക്കെ, ഇത് ശ്രേണിയാണോ? ഇത് ശ്രേണിയല്ല. ലാസ്റ്റത് സീക്വൻസ് അല്ല. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? അവിടെ റൂളൊന്നുമില്ല. നമ്മൾ വെറുതെ കുറച്ച് നമ്പേഴ്സ് എഴുതി. അവിടെ റൂളുണ്ടോ? ഇല്ല. സോ അത് സീക്വൻസ് അല്ല. ക്ലിയർ? അപ്പോൾ എന്താണ് ഒരു സീക്വൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? എ സെറ്റ് ഓഫ് നമ്പേഴ്സ് റിട്ടൺ ഇൻ ഓർഡർ സച്ച് ആസ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് അക്കോർഡിംഗ് ടു സം റൂൾ ഈസ് കോൾഡ് എ നമ്പർ സീക്വൻസ്. അതായത് ഒരു നിശ്ചിത നിയമം അനുസരിച്ച് 1ാമത്തേത്, 2ാമത്തേത്, 3ാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതിയിരിക്കുന്ന സംഖ്യകളുടെ കൂട്ടത്തെയാണ് നമ്മൾ സംഖ്യാശ്രേണി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സോ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് വെറൈറ്റി സീക്വൻസുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ചിലപ്പോൾ നിങ്ങൾ സീക്വൻസ് അല്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം, പക്ഷേ അത് സീക്വൻസ് ആണ്. ശ്രദ്ധിച്ച് കേട്ടോ എന്തുകൊണ്ടാണ് സീക്വൻസ് ആവുന്നത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കൂ, പിന്നെ ഒരു എക്സാമ്പിള് 5 വീണ്ടും 5. അങ്ങനെയാണെങ്കിൽ അടുത്ത 2 ആളുകൾ ആരായിരിക്കും വരിക? തീർച്ചയായിട്ടും അടുത്ത 5, പിന്നെ 5, ഇനിയൊരു സംഖ്യ ഉണ്ടെങ്കിൽ പിന്നെ 5 അല്ലേ. കറക്റ്റ് അല്ലേ? കാരണം ആദ്യത്തെ 3 ആൾക്കാർ സെയിം, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതും സെയിം ആണ് അല്ലേ. ഇവിടെ 0 കൂട്ടി പോയിട്ടുള്ളത് അല്ലേ, 0. ഓക്കെ, അപ്പോൾ ഇത് സീക്വൻസ് ആണ്. ഓക്കെ, ഇനി ഞാൻ വേറെ എക്സാമ്പിള്, ഇത് ഫസ്റ്റ് 100, 90, 80. അടുത്ത 2 ആളുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അടുത്ത 2 ആൾക്കാരെ? അടുത്ത ആൾക്കാർ ആർക്ക് വരിക? 70, 60. ക്ലിയർ? ഇനി അടുത്ത നെക്സ്റ്റ് ആളുണ്ടെങ്കിൽ 50 വരിക. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ഏത് സംഖ്യ നമ്മൾ ഇവിടെ കൂട്ടിയിട്ടുള്ളത്? ഇവിടെ കൂട്ടിയേക്കാണോ? അല്ല, കുറഞ്ഞേക്കാണ് അല്ലേ. -10 കുറഞ്ഞേക്കാണ് അല്ലേ. 10 കുറഞ്ഞേക്കാണ്. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ പറയാം 10 കുറയുമ്പോഴാണ് അടുത്ത ആളെ കിട്ടുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പറയാം നെക്സ്റ്റ് നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആളുടെ കൂടെ -10 കൂട്ടിയാൽ മതി. എന്ത് കൂട്ടിയാൽ മതി? -10 കൂട്ടിയാൽ മതി. നമ്മളങ്ങനെ പറയില്ലേ. ഇപ്പോൾ 80ൻ്റെ കൂടെ ഒരു -10 കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 70 കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ മുകളിൽ പറഞ്ഞതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള 2 സീക്വൻസുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണുന്ന സമയത്ത് സീക്വൻസ് ആണോ എന്ന് ചിലപ്പോൾ സംശയം ഉണ്ടാവും. സീക്വൻസ് തന്നെയാണ്. ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത്. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ചാപ്റ്ററിൽ തന്നിട്ടുള്ള 1ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വി ക്യാൻ മേക്ക് ട്രയാങ്കിൾസ് ബൈ സ്റ്റാക്കിംഗ് ഡോട്ട്സ്. കുറച്ച് ട്രയാങ്കിൾസ്, ഡോട്ട്സ് ഉപയോഗിച്ചിട്ട് കുറച്ച് ട്രയാങ്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. കാൽക്കുലേറ്റ് the number of dots needed to make the next 3 triangles in this pattern. ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് നോക്കാം ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? എന്താ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. എടാ സിമ്പിൾ അല്ലേ? എന്ത് ചോദ്യം എന്താ? ഈ കാണുന്ന ട്രയാങ്കിൾസിൽ
ഡോട്ട്സ് എത്ര ഉണ്ട് ഇതാണ്. എടാ ഇതിൽ എത്ര ഇവിടെ ഒന്ന് ഇപ്പം നമ്മൾ ഒന്നാമത്തെ ഇത് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് മുകളിലുണ്ട്, താഴത്ത് 2 ഉണ്ട് അല്ലേ. അപ്പോൾ 1+2 എത്ര ഉണ്ട്? 3. ഇനി ഈ ചിത്രം നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ചിത്രം നോക്കുകയാണെങ്കിലോ മുകളിലൊന്ന്, ഇവിടെ ഈ രണ്ടാമത്തെ റോല് 2 ഉണ്ട്, ഈ മൂന്നാമത്തെ റോല് 3 ഉണ്ട്. സോ 1+2+3 1+2 3 സോ 3+3 6. ഓക്കെ, ഇങ്ങനെ അടുത്തതും കാണാൻ കഴിയൂലേ? കഴിയും. അത് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇനി എന്താ അതിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. ഇതാണ് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. അതായത് അടുത്ത 3 ട്രയാങ്കിൾസ് കൂടി ഈ രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ഡോട്ട്സ് നമുക്ക് വേണ്ടി വരും? ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആ ഒരു ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ശ്രദ്ധിക്കൂട്ടോ. സോ നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് പോരെ. നെക്സ്റ്റ് 3 ആയല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രകാരം ഈ ഒന്നാമത്തതിൽ നമുക്കുള്ള ഡോട്ട്സ് മുകളിൽ ഒരു ഡോട്ട് ഉണ്ടായിരുന്നു, താഴത്ത് 2 അല്ലേ. സെക്കൻഡ് റോയിൽ 2 ഡോട്ട്. സോ ടോട്ടൽ 3. രണ്ടാമത്തെ ട്രയാങ്കിൾ എടുക്കുമ്പോൾ അവിടെ 1+2+3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. മൂന്നാമത്തെ ട്രയാങ്കിൾ 1+2+3. പിന്നെ ഫോർത്ത് റോയിൽ എത്ര ഉണ്ട്? 4 ഡോട്ട്സ് അല്ലേ. സോ എത്ര വരിക? 10 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു പാറ്റേൺ നോക്കിയേ. അടുത്ത 4ാമത്തെ ട്രയാങ്കിൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നിലവിലുള്ള 3ാമത്തെ ട്രയാങ്കിളിൻ്റെ ആ ഒരു അവസാനത്തേക്ക് നമ്മൾ ഒരു റോ കൂടി കൂട്ടണം. അതിൽ എത്ര ഡോട്ട്സ് ഉണ്ടാവും? 5. സോ എത്ര വരിക? 1 മുതൽ 4 വരെ കൂട്ടുമ്പോൾ 10. സോ അതിൽ കൂടെ 5 കൂടി കൂട്ടുമ്പോൾ എത്ര? 15. ഇനി 5ാമത്തെ ട്രയാങ്കിൾ ഉണ്ടാക്കുമ്പോഴോ 1+2+3+4+5+6 അല്ലേ. ദാറ്റ് ഈസ് 15 കൂടെ 6 കൂട്ടുക 21. ഇനി 6ാമത്തെ ട്രയാങ്കിളോ 1+2+3+4+5+6+7 അല്ലേ. അപ്പോൾ എത്ര വരിക? 28. ക്ലിയർ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കരുതുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നതെന്തിനാ? എടാ കൃത്യമായിട്ട് നോക്കിക്കോ, മനസ്സിലാക്കിക്കോ. ഈ നമ്പേഴ്സ് കണ്ടോ നിങ്ങൾ? 3, 6, 10, 15, 21, 28. ഇതൊരു സീക്വൻസ് ആണോ? ഇത് സീക്വൻസ് ആണ്. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും 28 കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നത് 28 കൂടെ ഇവിടെ എ ആണ് കൂട്ടിയത്. സോ 28 കൂടെ ഇനി എന്താ കൂട്ടുക? 8 കൂട്ടുമ്പോൾ കിട്ടുന്ന ആളാണ്. അപ്പോൾ അടുത്ത ആൾ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്, ഒരു കറക്റ്റ് റൂളുണ്ട്. സോ ഇതെന്താണ്? ഒരു സീക്വൻസ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഫ്രം ദ സീക്വൻസ് ഓഫ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ് ഫോം ദ ഫോളോവിങ് സീക്വൻസസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഫ്രം ദ സീക്വൻസ് ഓഫ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ് ഫോം ദ ഫോളോവിങ് സീക്വൻസസ്. നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ, അതുപോലെ തന്നെ സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ, ഇങ്ങനെ തുടരുന്ന റെഗുലർ പോളിഗൺസിൽ നിന്നും നമുക്ക് എന്തുണ്ടാക്കണം? ഈ താഴെ പറയുന്ന സീക്വൻസുകൾ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ്, അതുപോലെ തന്നെ സം ഓഫ് ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഔട്ടർ ആംഗിൾസ് ആൻഡ് ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ. ഇങ്ങനെ 1, 2, 3, 4, 5 ആളുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5 സീക്വൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കി, ഈ ഒന്നാമത്തത് ഇതിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം പിന്നെ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആവുന്ന കേസിൽ നമ്പർ ഓഫ് സൈഡ്സ് അവിടെ എത്രയാണ്? 3. സ്ക്വയർ ആകുമ്പോൾ അവിടെ നമ്പർ ഓഫ് സൈഡ് 4 ആണ്. റെഗുലർ പെൻറ്റഗൺ എന്ന് പറയുമ്പോൾ സൈഡ് എത്രയാണ്? 5 ആണ്. റെഗുലർ ഹെക്സഗൺ ആകുന്ന സമയത്ത് സൈഡ് 6 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന സീക്വൻസ് എങ്ങനെയാണ്? 3, 4, 5, 6. ഒരു സീക്വൻസ് അവർ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഈ 4 സീക്വൻസ് കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ടാബിൾ ഇവിടെ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചോ.
ഇത് ഇക്വലേറ്റർ ട്രയാങ്കിൾ, ഇത് സ്ക്വയർ, ഇത് റെഗുലർ പെൻറ്റഗണ്, ഇത് റെഗുലർ ഹെക്സഗണ്. ഇനി മലയാളം മീഡിയം കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം, സമഷഡ്ഭുജം. ഓക്കെ, നമ്മൾ ഈ താഴെ പറയുന്ന ആളുകളെ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോരുത്തർക്കും വരുന്നത് താഴത്തേക്ക് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇക്വലേറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ അവിടെ നമ്പർ ഓഫ് സൈഡ്സ് നമുക്കറിയാലോ. നമ്പർ ഓഫ് സൈഡ് എത്രയാണ്? നമ്പർ ഓഫ് സൈഡ് 3 അല്ലേ, 3. ഇനി ഇവിടെ എത്ര നമ്പർ ഓഫ് സൈഡ്സ്? 4. നമ്പർ ഓഫ് സൈഡ്സ് ഇവിടെ 5, ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് 6. അപ്പോൾ ഒന്നാമത്തെ സീക്വൻസ് കിട്ടിയില്ലേ, 3, 4, 5, 6 എക്സെട്ര. ഓക്കെ, ഇനി അടുത്ത സം ഓഫ് ഇന്നർ ആംഗിളാണ്, അതായത് അകക്കോണുകളുടെ തുക. നമുക്കറിയാം ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 180 ആണ് അല്ലേ, 180 ആണ്. ഇനി എന്താണ് ഒരു സ്ക്വയറിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾ, അകക്കോണുകളുടെ തുക? ഈ 4 കോണും പാടെ കൂട്ടുമ്പോൾ എന്താ കിട്ടുക? നമ്മൾ 8ാം ക്ലാസ്സിൽ ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, n-2 × 180 എന്ന് പറഞ്ഞ ഇക്വേഷനൊക്കെ ഉപയോഗിച്ചിട്ട് കാണാൻ പഠിച്ചിട്ടില്ലേ? സോ ആ ഒരു ഇക്വേഷന് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതല്ലെങ്കിൽ ഇത്ര ഓർത്ത് വെച്ചാൽ മതി, 180 വെച്ചിട്ട് ഇങ്ങനെ കൂടും അല്ലേ. ഇത് 180 ആണെങ്കിൽ സ്ക്വയറിന് വരിക ഒരു 150 കൂടി നമ്മൾ ഇതിലൂടെ കൂട്ടണം. അപ്പോൾ എത്ര വരിക? 360. ഇതിൻ്റെത് വരെ വീണ്ടും ഒരു 150 കൂടും, 540. വീണ്ടും ഒരു 150 കൂട്ടുക, അപ്പോൾ എത്ര വരിക? 720. ഇങ്ങനെയാണ് ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് വരിക. ഓക്കെ, അതായത് ഈ 4 ആംഗിൾസും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 360 കിട്ടുക. ഇവിടെ ഈ 5 ആംഗിൾസ് ഉണ്ട്, 5 ആംഗിൾസ് കൂട്ടുമ്പോൾ 540 ആണ്. ഇത് സംശയമുള്ള ആളുകളുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും പറയാം, കാരണം ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ, ഈ സം ഓഫ് ഔട്ടർ ആംഗിൾ നമുക്കറിയാം. ഈ ഔട്ടർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് നീട്ടി വരയ്ക്കുമ്പോൾ പുറത്ത് കിട്ടുന്ന ഇതാണ് ഔട്ടർ ആംഗിൾ അല്ലേ. അപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ഔട്ടർ ആംഗിൾ ഉണ്ട്, ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുമ്പോൾ ഇവിടെ ഔട്ടർ ആംഗിൾ. അപ്പോൾ ഒരു ട്രയാങ്കിളിൽ 3 ഔട്ടർ ആംഗിൾസ് ഉണ്ടാവുക. ഇത് 3ഉം പാടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 360 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 360 ആണ് അല്ലേ. ഇനി ഒരു സ്ക്വയറിൻ്റെ കേസിലോ, സ്ക്വയറിന് 4 ഔട്ടർ ആംഗിൾസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു സൈഡ് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ ഒന്ന്, ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ ഒന്ന്, ഇവിടെ വരയ്ക്കുമ്പോൾ ഇവിടെ ഒന്ന്, ഇങ്ങോട്ട് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന്, 4 ഔട്ടർ ആംഗിൾ ഉണ്ട്. ഈ 4ഉം കൂട്ടുമ്പോഴും നമുക്ക് എന്താ കിട്ടുക എന്നറിയോ? 360 തന്നെ കിട്ടുക. ഓക്കെ, ഈ പെൻറ്റഗണിൻ്റെ കേസിൽ അവിടെ 5 ഔട്ടർ ആംഗിൾ ഉണ്ടാവും. അവിടെയും നമുക്ക് ആ 5 എണ്ണം കൂട്ടുമ്പോഴും 360 കിട്ടുക. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്, ഏതൊരു പോളിഗൺ ആയിക്കോട്ടെ, ഏതൊരു ബഹുഭുജം ആയിക്കോട്ടെ, ആ പുറത്തുള്ള കോണുകളെല്ലാം പാടെ കൂട്ടുമ്പോൾ എപ്പോഴും 360 ആണ് വരിക. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം 1 ഇന്നർ ആംഗിൾ. ഇത് സമഭുജ ത്രികോണാണല്ലോ. സമഭുജ ത്രികോണമാകുമ്പോൾ എന്താ പ്രത്യേകത? നമുക്കറിയാം 3 ആംഗിൾസും ഈക്വലാണ് അല്ലേ. അപ്പോൾ ഇവിടെ ടോട്ടൽ 180 ആംഗിളാണ് എല്ലാം പാടെ കൂട്ടിയാൽ അല്ലേ. അപ്പോൾ അതിൽ 3 ഈക്വൽ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ എത്ര വരിക? 180നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി 60. ഇനി ഇവിടെ എന്താ വരിക? 360നെ 4 കൊണ്ട് ഹരിക്കണം അല്ലേ. 4 ആംഗിൾസ് ഉണ്ട്. സോ 360നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 90. ഓക്കെ, ഇനി പെൻറ്റഗണിൻ്റെ കേസിൽ എന്താ വരിക? 540നെ നമ്മൾ 5 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 108 ആണ്. ഐ തിങ്ക് 108 ആണ് കിട്ടുക. ഓക്കെ, 108. അവിടെ സ്ഥലമല്ല. സോ നോക്കട്ടോ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. 90, ഇവിടെ 108. ഇനി ഇവിടെ എന്താ വരിക? 720 ഹരിക്കണം 6 അല്ലേ. 6 എത്ര വരിക? അതൊന്ന് നോക്കിയിട്ട് അവിടെ എഴുതിക്കോളൂ കേട്ടോ. നോക്കിയിട്ട് എഴുതേ. ദാറ്റ് ഈസ് 1 12 2 2 0 120 അല്ലേ. 120 വരിക. ഓക്കെ, 120 വരിക. ഓക്കെ, ഇനി 1 ഔട്ടർ ആംഗിൾ. നമുക്ക് ഒരു ഔട്ടർ ആംഗിൾ എന്താ വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ കേസിൽ നമുക്കറിയാം സം ഓഫ് ഔട്ടർ ആംഗിൾ 360. അപ്പോൾ ഇവിടെ എത്ര ഔട്ടർ ആംഗിൾ ഉണ്ട്? 3 ഈക്വൽ ആയിട്ടുള്ള ഔട്ടർ ആംഗിൾസ് അല്ലേ. അപ്പോൾ 360നെ 3 കൊണ്ട് ഹരിക്കുക. ഓക്കെ, അപ്പോൾ എത്ര വരിക? 3 2 120 അല്ലേ. 120 നമുക്ക് ഇതിൻ്റെ ഔട്ടർ ആംഗിൾ 120 കിട്ടി. ഇനി ഇതുപോലെ ബാക്കിയുള്ളത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇവിടെ 360/4 വരിക, ഇവിടെ 360/5 വരിക, ഇവിടെ 360/6. ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ടർ ആംഗിൾ കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഒരു സീക്വൻസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു സീക്വൻസ് കിട്ടിയിട്ടുണ്ട്. ഇതും ഒരു സീക്വൻസ് ആണ്, ഇതും ഒരു സീക്വൻസ് ആണ്, ഇതും ഒരു സീക്വൻസ് ആണ്. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ഇതും എന്തായിരിക്കും? ഒരു സീക്വൻസിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് അടുത്ത ഇപ്പോൾ 6 സൈഡുള്ള റെഗുലർ ഹെക്സഗൺ വരെയല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. റെഗുലർ ഹെപ്റ്റഗണിൻ്റെ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഓക്കെ, അതായത് ക്ലിയർ ആണല്ലോ, പറഞ്ഞത് ക്ലിയർ ആണല്ലോ. എന്താണ് സീക്വൻസ് എന്നുള്ളത് ക്ലിയർ ആണല്ലോ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യനും പാടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ?
റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് 2 സീക്വൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 അല്ലേ. അതായത് നമുക്കൊരു സീക്വൻസ് എഴുതണം. ആ സീക്വൻസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിലുള്ള നമ്പേഴ്സിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അല്ലെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ എന്ത് വരണം? 1 വരണം. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ, മലയാളം മീഡിയം കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, അതായത് നമുക്കൊരു ശ്രേണി എഴുതണം. ആ ശ്രേണിയിലുള്ള ആളുകൾ എങ്ങനെയാവണം? 3 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് ശിഷ്ടം എന്ത് വരണം? 1 വരണം. നിങ്ങൾക്ക് അങ്ങനെ പറയുന്ന സമയത്ത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു. ഞാൻ ഇവിടെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം 4 എന്ന് പറയുന്ന നമ്പർ, ഇതിനെ നമ്മൾ 3 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 4 ഹരിക്കണം 3 ഒന്ന് പറയാം. 1 3 3. റിമൈൻഡർ എന്താ വരുന്നത്? ശിഷ്ടം എന്താ വരുന്നത്? ശിഷ്ടം എന്താ വരുന്നത്? 1 അല്ലേ? 1 ആണ്. ഇനി ഇതുപോലെ നമ്മൾ വേറെ സംഖ്യ എടുക്കുകയാണെങ്കിൽ A എടുക്കുക. Aനെ 3 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് എത്ര കിട്ടുക? 1 3 2 6 റിമൈൻഡർ 1 അല്ലേ. റിമൈൻഡർ 1 ആണല്ലോ. റിമൈൻഡർ 1 ആണ്. അപ്പോൾ ഇത്തരത്തിൽ ചില നമ്പറുകൾ നമ്മൾ 3 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് റിമൈൻഡർ 1 വരും. അപ്പോൾ നമുക്ക് എഴുതേണ്ടത് അത്തരത്തിലുള്ള നമ്പേഴ്സുകളുടെ സീക്വൻസ് ആയിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഴുതാം എന്നുള്ളത് നോക്കാം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിന് കാണും. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിക്കോ. ഓക്കെ, നമുക്കിവിടെ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിവിടെ റിമൈൻഡർ എത്ര കിട്ടണ്ടേ? ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ റിമൈൻഡർ 1 അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയോ? നിങ്ങൾ ആദ്യം 1 എന്ന് എഴുതാം. ആ റിമൈൻഡർ എത്രയാണോ വരേണ്ടത് അത് അവിടെ എഴുതി വെക്കാം. ഇനി ഇവിടെ നോക്കിക്കോ, നിങ്ങൾ ഏത് കൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്? 3 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യണത്? അത് ഇതിൽ കൂടെ 3 ഇങ്ങനെ കൂട്ടി എഴുതാം. 1 കൂടെ 3 കിട്ടുമ്പോൾ എത്രയാണ്? 4. ഓക്കെ, 4 കൂടെ 3 കിട്ടുമ്പോൾ 7 കൂടെ 3 കിട്ടുമ്പോൾ 10 അല്ലേ. ഇതൊരു സീക്വൻസ് ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ സീക്വൻസ്. നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഇതിലേത് നമ്പർ എടുത്തിട്ട് നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? 1 ആയിരിക്കും കിട്ടുന്ന റിമൈൻഡർ. ക്ലിയർ? ഇനിയിപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ പറയുകയാണേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയണത് അറിയോ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 2 കിട്ടണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ തുടങ്ങുക? നമ്മൾ 2 3 സ്റ്റാർട്ട് ചെയ്തു. റിമൈൻഡറിനെ ഫസ്റ്റ് എഴുതി കേട്ടോ. എത്രയാണ് കൂട്ടണ്ടേ? 3 അല്ലേ. 2 കൂടെ 3 കിട്ടുമ്പോൾ 5, 5 കൂടെ 3 കിട്ടുമ്പോൾ 8, 8 കൂടെ 3 കിട്ടുമ്പോൾ 11 എക്സെട്ര. ഓക്കെ, എത്രയും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായോ? ഓക്കെ ആണല്ലോ. ക്ലിയർ? എന്നാൽ അങ്ങനെയാണെങ്കിലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 2 റിമൈൻഡർ വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് റിമൈൻഡർ 2 എഴുതി. എന്നിട്ട് എത്ര കൂട്ടണ്ടേ? 4 കൂട്ടുക. 6, പിന്നെ 2 കൂടെ 6, 2 6, പിന്നെ 6 കൂടെ 4 കൂട്ടുമ്പോൾ 10, ഇങ്ങനെ പോകും. ഓക്കെ, 14 എക്സെട്ര. ക്ലിയർ ആണോ? എങ്ങനെ എഴുതിയത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഈ ഫൈനലായിട്ടുള്ള ഈ നാലാമത്തും കൂടി ചെയ്തിട്ട് നമ്മൾ നിർത്തും കേട്ടോ. ഓക്കെ, റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. ഡിസ്ക്രൈബ് ദിസ് സീക്വൻസ് ഇൻ 2 other ways. നമുക്ക് ഇതിൽ 2 ചോദ്യങ്ങളാണുള്ളത്. നമുക്ക് 2 ചെയ്യണം. ഒന്ന് ഇതുവരെയാണ് ക്വസ്റ്റ്യനുള്ളത്. നമുക്ക് ഫസ്റ്റ് ഒരു സീക്വൻസ് ഏതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് 1 അതല്ലെങ്കിൽ 6 അവസാനിക്കുന്ന NL സംഖ്യകളുടെ ശ്രേണിയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അത് അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ എഴുതാം? ഫസ്റ്റ് നമുക്ക് 1 6 അവസാനിക്കുന്നതല്ലേ വേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ 1. ഓക്കെ, 1 അവസാനിക്കുന്നത്. പിന്നെ 6 മുമ്പ് വേറെ ഇതിലുണ്ടോ? 1 6 ഇല്ല. ഓക്കെ, 1 6, പിന്നെ ഏതാ? 11 അല്ലേ. 11 മുമ്പ് വേറെ ഇതുമില്ലല്ലോ. ഇല്ല. 16. ഓക്കെ, 16. ഇനി അത് വരാം 21 26. ഇങ്ങനെ പോകും, സീക്വൻസ് ഇങ്ങനെ പോകും. ഓക്കെ, എങ്ങനെ സീക്വൻസ് ചെയ്ത് ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നോക്കുക, ഡിസ്ക്രൈബ് ദി സീക്വൻസ് ഇൻ 2 other ways. അപ്പോൾ നമുക്കിവിടെ നോക്കുക, ഇവിടെ അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് അല്ലേ. നമ്മുടെ ഈ സീക്വൻസിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്. അതായത് 1 6 അവസാനിക്കുന്ന സംഖ്യകളുടെ ഒരു ശ്രേണി അല്ലേ. അങ്ങനെ ഇപ്പോൾ എവിടെ ചോദിച്ചു കഴിഞ്ഞാലും ഈ സീക്വൻസ് തന്നെയല്ലേ കിട്ടുക അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് 2 ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചോട്ടോ. ഇപ്പോൾ 5 10 15 20 ഇതെന്താ 5ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ. ഈ 5ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ
ഒന്ന് കൂട്ടുമ്പോഴല്ലേ നമുക്ക് ഇവിടെ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുന്നത് അല്ലേ? അപ്പം നമുക്ക് ഈ സീക്വൻസിനെ നമുക്ക് എങ്ങനെ പറയാം? അതായത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 1 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് അല്ലേ ഇത് അല്ലേ? അതായത് 5 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസാണ്. ഇപ്പോൾ ഞാനേ കഴിഞ്ഞ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, കഴിഞ്ഞ ആ പ്രോബ്ലം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞു തന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഇതല്ലേ? ഓക്കെ. ഇപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് ഫസ്റ്റ് ആ റിമൈൻഡർ എഴുതാം, പിന്നെ 3 കൂട്ടി എഴുതാം, അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നറിയോ? ഇപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന സീക്വൻസ് അല്ലേ ചോദിച്ചത്? അപ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്താണെന്നറിയോ? 3ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതാം. 3ൻ്റെ ഗുണിതങ്ങൾ എഴുതാം. 3, 6, 9, 12 അങ്ങനെ എഴുതാൻ പണിയുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. എന്നിട്ട് എന്ത് ചെയ്യാമെന്നറിയോ? റിമൈൻഡർ നമുക്ക് എത്ര കിട്ടണ്ടേ? 1 അല്ലേ കിട്ടേണ്ടത്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ 1 കൂട്ടി കൊടുക്കാം. 1 കൂട്ടി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ 4 ആവും, ഇതെത്രയാവും? 7 ആവും, ഇതെന്താവും? 10, ഇതെന്താവും? 13 എക്സെട്ര. ഇനി ഇവിടെ നോക്കി, ഇവിടെ നിർത്തരുത്, ഇതിന് മുമ്പ് ഒരാൾ കൂടി ഉണ്ടാവും. ഈ മുമ്പത്തെ ആൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയോ? ഈ 4ന്ന് 3 കുറക്കുക. അതല്ലെങ്കിൽ നമ്മുടെ റിമൈൻഡർ നമുക്ക് 1 അല്ലേ ഇവിടെ റിമൈൻഡർ പറഞ്ഞിട്ടുള്ളത്, ആ 1 ഇവിടെ എഴുതി കൊടുക്കുക. ഈ രീതിയിലും എഴുതാം. അപ്പോൾ ആ രീതി കണക്ട് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കുക, ഈ സീക്വൻസ് കാണുന്ന സമയത്ത് ഏതൊരാൾക്കും പറയാൻ പറ്റും അല്ലേ? നമ്മുടെ സീക്വൻസ് 1, 6, 11, 16, 21, 26 അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി, ഇത് 5, 10, 15, 20 എന്ന് പറയുന്നത് 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അതിൻ്റെ കൂടെ 1 കൂട്ടിയതാണിത് അല്ലേ? അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവരെന്താ റിമൈൻഡർ തരിക? 1. ഓക്കെ. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന സീക്വൻസ് ആണിത്. അങ്ങനെ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ എങ്ങനെ നമുക്കത് എഴുതാം? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5. ഇനി അതല്ലെങ്കിൽ വേറെ രീതിയിൽ എങ്ങനെ കൊടുക്കാം? എങ്ങനെ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം? എങ്ങനെ കൊടുക്കാം? സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയൊന്നും ഇതായിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല. 1 തുടങ്ങി, ശ്രദ്ധിച്ചോ, 1 തുടങ്ങി, എവിടെ 1 തുടങ്ങിയിട്ട് 5 കൂട്ടി പോകുന്ന സീക്വൻസ് അല്ലേ? 1 കൂടെ 5 കൂട്ടുമ്പോൾ 6, 6 കൂടെ 5 കൂട്ടുമ്പോൾ 11. ക്ലിയർ? അപ്പോൾ 1 തുടങ്ങി 5 കൂട്ടി പോകുന്ന സീക്വൻസ് അല്ലേ? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 ആൻഡ് ആഡിങ് 5. ക്ലിയർ ആണോ? ഓക്കെ. ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണെന്ന് കരുതുന്നു. താങ്ക് യു.